എൻ്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാനിതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള വിവാദമൊന്നും കേൾക്കരുതെന്നും അത് എൻ്റെ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. രേണു സുധി, രേണു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നല്ല രീതിയിൽ നെഗറ്റീവ് ആവുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ പൊക്കോണ്ടിരുന്നത്. അതായത് ആ കിച്ചുവിൻ്റെ ആ ഒരു വിഷയത്തിന് ശേഷം ഒരുപാട് പേര് രേണുവിനെതിരെ സംസാരിക്കുന്ന തരത്തിലോട്ടും അതോടൊപ്പം തന്നെ രേണുവിന് എഗെയിൻസ്റ്റ് ആവുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രേണു ലാസ്റ്റായിട്ടിട്ട് ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ആ മരുന്നിന്റെ പേര് പറഞ്ഞുകൊണ്ട് 2 ലക്ഷത്തിന്റെ ആ ഒരു മെഡിസിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടിട്ട് ആ ഒരു വീഡിയോ, അത് രേണുവിന്റെ ചേച്ചിയാണ് അതിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ മാറിയെന്ന് പറയുന്നത്. പക്ഷെ അതിലും വിമർശനങ്ങൾ പല രീതിയിൽ പലതരത്തിൽ രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് പലരും പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. അത് പലതും പറയുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം രേണു ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും തന്നെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒന്നും തന്നെ ഇടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന്, അതായത് ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ അസുഖം, ആ ഒരു അസുഖം ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിലവിൽ ഇരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. മനസ്സിൽ അല്ലെങ്കിൽ മൈൻഡിൽ അനാവശ്യ ചിന്തകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട് ആ ഒരു തരത്തിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ പല രീതിയിൽ പലതും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നിലവിലത്തെ സാഹചര്യത്തിൽ രേണുവിനെ സംബന്ധിച്ചുള്ള സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പല രീതിയിൽ പലതരത്തിൽ നെഗറ്റീവ് കൊണ്ട് കൂമ്പാരം കൂടുന്ന തരത്തിലോട്ടാണ് പല കാര്യങ്ങളും വന്നിരിക്കുന്നത്. രേണുവിൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സുകൾ പോലും തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു തരത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാപ്പ് സോഷ്യൽ മീഡിയയിൽ എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രേണു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് രേണു കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതായത് നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മളൊരു കോണ്ടന്റ് ഇട്ടുകൊടുക്കുമ്പോഴത്തേക്കാണ് പലരും വിമർശിക്കപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. അത് പിന്നെ നെഗറ്റീവിലോട്ട് കാര്യങ്ങൾ മാറുന്നതെന്ന് പറയും. അതേസമയം നമ്മൾ ഈ പറയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വിമർശിക്കാനായിട്ടുള്ള ഒരു ഇട ഉണ്ടാക്കാതിരുന്നാലോ, ഈ പറയുന്ന രീതി വീഡിയോസിൽ തന്നെ ആ ഒരു രീതിയിൽ വീഡിയോസ് അവർക്ക് ഇട്ടുകൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാതിരുന്നു കഴിഞ്ഞാൽ ആർക്കും പിണ്ടാട്ടം കാണത്തില്ല. അവരവരുടെ പാട് നോക്കി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അപ്പോൾ അവിടെയാണ് രേണു ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രേണുവിൻ്റെ വീഡിയോസ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു രേണു അത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതായത് രേണു ഒരിക്കലും വീഡിയോസ് ചെയ്യണ്ട എന്നുള്ള ഇതല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കാരണം രേണു വീഡിയോ ചെയ്യണം, അത് രേണുവിൻ്റെ ഇഷ്ടമാണ്. നെഗറ്റീവോ പോസിറ്റീവോ അത് രേണുവിൻ്റെ ഇഷ്ടമാണ് രേണു വീഡിയോ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ രേണു തന്നെ പറയുന്നത് എനിക്ക് മനസ്സമാധാനം വേണം, എനിക്ക് ഈ പല രീതിയിൽ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു രീതി വരുന്നുണ്ട് എന്നുള്ളത് രേണു തന്നെ പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്. രേണുവിന് ഇപ്പോൾ വേണ്ടത് മനസ്സമാധാനമാണെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുറച്ചെങ്കിലും ഒഴിവാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് രേണുവിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേണ്ടത് റെസ്റ്റാണ്. അതോടൊപ്പം തന്നെ പല തരത്തിൽ നിന്നും പലതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പല വയ്യാവീരികളും എടുത്ത് തലയിൽ കയറ്റാതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം മെഡിസിൻ മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ മനസ്സമാധാനവും ഈ ഒരു കാര്യത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് രേണുവിനെ സംബന്ധിച്ചുള്ള രേണു മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രീതിയിൽ രേണു എന്ന് പറയുന്ന വ്യക്തി ഇനി എന്തായാലും ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം ഞാൻ അനാവശ്യമായിട്ട് രേണുവിനെ കുറ്റം പറയുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ഒന്നും തന്നെ പോയിട്ടില്ല. പക്ഷേ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കും. അല്ലാതെ രേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ രേണുവിനെ ആ ഒരു തരത്തിൽ ഇതാക്കാനായിട്ടുള്ള താല്പര്യം ഞാൻ കാണിക്കുന്നില്ല. രേണു എന്തുകൊണ്ടും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെട്ട് വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. പക്ഷേ നിലവിലത്തെ സിറ്റുവേഷനിൽ പല രീതിയിൽ പലതരത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട് രേണുവിനെ സംബന്ധിച്ചിടത്തോളം. അത് രേണുവിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ രേണു ഇപ്പോൾ ഈ ചെയ്ത കാര്യം, അതായത് വീഡിയോസ് ഒന്നും ഇടാതെ ഇപ്പോൾ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ രേണുവിന്. കാരണം രേണുവിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം നെഗറ്റീവ് ഉണ്ടാവത്തില്ലായിരുന്നു. രേണുവിൻ്റെ ഈ ഒരു അവസ്ഥ അറിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പറ്റിപ്പോയ കുഴപ്പമെന്ന് പറയുന്നത് രേണു കിച്ചുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടുള്ള ആ ഒരു വീഡിയോ മുതലാണ് പ്രശ്നം ആരംഭിച്ചതെന്ന് പറയുന്നത്. അത് രേണുവിന് പറ്റിപ്പോയ ഒരു കാര്യമാണ്. അത് രേണു ഒഴിവാക്കണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോണ്ടന്റ് ഒരു വിമർശനത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്ന തരത്തിലോട്ട്, അല്ലെങ്കിൽ അത് രേണുവിൽ നിന്നും വരരുതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്തായാലും സംഭവിച്ചു പോയി. അതിനുശേഷം കിച്ചുവും പിന്നെ രംഗത്ത് വന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അത് നമ്മൾ ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തോടു കൂടി ഇരിക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ വേണ്ടത് മെയിനായിട്ട് അതാണ്. കാരണം പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ രേണു എങ്ങനെയോ എന്ത് ചെയ്ത വീഡിയോ അത് ഇത് ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല ശരിക്കും പറഞ്ഞാൽ രേണുവിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് രേണു മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ടാണ് രേണു ഇപ്പോൾ കുറച്ചൊന്ന് മാറി നിൽക്കുന്നതെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണെന്ന് മാത്രമേ പറയാവുള്ളൂ. മനസ്സമാധാനം അത് എന്തുകൊണ്ടും പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത്
കിട്ടുന്നില്ല, സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്നില്ല എങ്കിൽ അതിൽ നിന്നും കുറച്ചൊന്ന് ഗ്യാപ്പിട്ട് നിൽക്കുന്നത് തന്നെയായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്ന് പറയുന്നത്.